ചക്രലോകത്തും സെയിലിനായി വന്നിരിക്കുന്നത് യൂസ്ഡ് വാഹനങ്ങൾ നോക്കുമ്പോൾ ഫാമിലീസ് ഏറ്റവും അധികം നോക്കുന്ന ഒരു ലോ ബഡ്ജറ്റ് കാറാണ് മാരുതിയുടെ ഓൾട്ടോ കാറ്റൺ. ഇത് 2011 മോഡലാണ്. ഈ വണ്ടി ഇപ്പോൾ 78 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഒരു കണ്ടീഷനും കാര്യങ്ങളും ഇപ്പോൾ നോക്കിയിരുന്നു വരാം. വണ്ടി അത്യാവശ്യം ലുക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഫ്രണ്ട് ബമ്പറിൽ ഇത്തിരി സ്ക്രാച്ച് ഉണ്ട്. നമുക്ക് ബമ്പർ ഒന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും. ഈ ഫുൾ പീസ് അടിച്ച് നല്ല വൃത്തിയിൽ എന്തായാലും ഇരിക്കും. ഇപ്പം സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അത്യാവശ്യം സൈഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ റീപെയിൻറ്റ് കാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ മാറാനുള്ള ടൈമായി. ഏകദേശം 20% ടയർ ഫ്രണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും മാറേണ്ടി വരും. പിന്നെ നമുക്കിവിടെ ഫ്രണ്ട് ഗ്ലാസ് ഈ വണ്ടി റീപ്ലേസ് ഉണ്ട്. പക്ഷേ വേറെ ബോണറ്റോ വേറെ അപ്രോണോ കാര്യം ഒന്നും മാറിയിട്ടില്ല. വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടി ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡ് നമുക്ക് ഗ്ലാസിൻ്റെ മുകളിൽ ചെറിയൊരു തുരുമ്പിൻ്റെ അംശം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ബാക്കി നമ്മൾ വണ്ടിയുടെ മോൾ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റൈറ്റ് സൈഡ് ഡോർ തുറക്കുമ്പോൾ നമുക്ക് ഇൻറ്റീരിയർ എന്തായാലും ഇവിടെ കാണാൻ കഴിയും. ഇൻറ്റീരിയറിൽ അത്യാവശ്യം വൃത്തിയുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. VXA വേരിയൻ്റ് ആണ്. അതുതന്നെ എല്ലാ കാര്യവും വർക്കിംഗ് ആണ്. അത്യാവശ്യം ഇൻറ്റീരിയറിലെല്ലാം വൃത്തിയുള്ളൊരു വാഹനമാണ്. നമുക്ക് ബാക്കിൽ നിന്ന് കണ്ടു നോക്കാം. ഇവിടെ അത്യാവശ്യം സീറ്റ് കാര്യങ്ങളെല്ലാം കൊള്ളാം. സീറ്റ് കയറുകയാണെങ്കിൽ ഒന്നും കൂടെ അടിക്കാം. ഇപ്പം നിലയിൽ കിടക്കുന്ന സീറ്റ് കയറും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വാഷൊക്കെ ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം വണ്ടി എന്തായാലും ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30% ഇപ്പോൾ നിലവിലുള്ളൂ. അപ്പോൾ എന്തായാലും മാറേണ്ടി വരും അത്. പിന്നെ നമുക്ക് ബാക്ക് ബമ്പറിലും ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്ക് ബമ്പറും കൂടെ പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ അത്യാവശ്യം വണ്ടി എന്തായാലും വൃത്തി വരും. ബാക്കി ഡിക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വേറെ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് എന്തായാലും ഉള്ളൂ ഇപ്പോൾ നിലവിൽ. പിന്നെ വണ്ടിയുടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ പെയിൻ്റൊന്നും റീപെയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റതേ ഉള്ളൂ. വേറെ റീപെയിൻറ്റോ ഒന്നുമില്ല. പിന്നെ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ലെഫ്റ്റ് സൈഡും ഇല്ല. ടയർ ബാക്കും ഫ്രണ്ടും എന്തായാലും മാറേണ്ടി വരും. ആ ഒരു ക്വാളിറ്റിയിലിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ 2011 ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഇപ്പോൾ ടെസ്റ്റ് വരുന്നുണ്ട്. 2026 5-ാം മാസം ടെസ്റ്റ് വരുന്നുണ്ട്. 26 3-ാം മാസം ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും റീപെയിൻറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം വണ്ടിയിൽ നിന്ന് പെയിൻ്റൊക്കെ അടിച്ചെടുത്താൽ മതി. അതും വലിയ എമൗണ്ട് ഒന്നും ആവത്തില്ല. ഏകദേശം ഒരു 8,000-9,000 റേഞ്ചിന് വണ്ടി നമുക്കൊന്ന് ടച്ച് ആൻഡ് പോളിഷ് എടുക്കാൻ പറ്റും. പിന്നെ ടാക്സും ടെസ്റ്റും ചെയ്യുന്ന ആ ഒരു എമൗണ്ട് മാത്രമേ കയ്യിൽ നിന്നാവത്തുള്ളൂ. പിന്നെ നമുക്ക് വണ്ടിയുടെ മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ പരമായി ഇപ്പോൾ നേരെ എഞ്ചിൻ, ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം തന്നെ പക്ക കണ്ടീഷനാണ്. വേറെ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. എടുത്തുനിന്ന് ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് അങ്ങ് ഓടിയാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടീഷനാണ്. എന്നാൽ എടുത്തോടെ നിങ്ങൾ നേരെ പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം അങ്ങ് ഓടാം. ടെസ്റ്റ് സമയമാകുമ്പോൾ ടയറൊക്കെ മാറിക്കൊടുത്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാം കൊണ്ട് വണ്ടി അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം ഇങ്ങനെ ഓടി അലഞ്ഞ വണ്ടിയൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണിത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് കസ്റ്റമറും ചക്രലോകവും ചോദിക്കുന്ന വില 1,28,000 രൂപയാണ്. 1,28,000 രൂപ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വന്ന് കണ്ട് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി വില പറയാം. പിന്നെ ടെസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു അത്യാവശ്യം ഒരു വില ഇതിൽ കുറയ്ക്കുന്നതാണ്. ഈ കാണുന്ന വില നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം മാത്രം വില പറഞ്ഞാൽ മതി. നിങ്ങൾ വർഷമായിട്ട് കൊണ്ടൊന്ന് കാണിക്കുന്ന